നമസ്കാരം. കൊല്ലം ജില്ലയിലെ അതിപ്രശസ്തമായ സ്കൂളിലെ വിദ്യാർത്ഥി ജീവനെടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതും മാനസിക പീഡനത്തിന്റെ ക്രൂരതകൾ. വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതർ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചെറിയ തർക്കമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. തർക്കം പരിഹരിക്കുന്നതിന് പകരം സ്കൂളിലെ മാനേജ്മെന്റ്, അധ്യാപകർ എല്ലാവരും കൂടി ചേർന്ന് കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. ജീവനെടുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥി ഇപ്പോൾ ICUവിൽ അത്യാസന്ന നിലയിൽ കഴിയുകയാണ്. ആരോപണം നേരിടുന്ന ഇതേ സ്കൂളിലെ ഒരു അധ്യാപകൻ ആറ്റിൽ ചാടി ജീവനൊടുക്കിയിരുന്നു. അധ്യാപകൻ ഇത്തിക്കര ആറ്റിൽ ചാടി കാണാതാവുകയും പിന്നീട് മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. ഇതിന് പിന്നിലും സ്കൂൾ മാനേജ്മെന്റിന് പങ്കുണ്ട് എന്നാണ് ആരോപണം. ജൂൺ 19-നാണ് സംഭവം നടക്കുന്നത്. ഷർട്ടിലെ ബട്ടൺസ് തുറന്നിട്ടതിനെ ചൊല്ലി തുടങ്ങിയ തർക്കം വലിയ അടിയിലേക്ക് എത്തുകയും അങ്ങനെ സംഘർഷത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ആരോപിച്ച് എതിർഭാഗത്തെ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ കേസ് കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ജീവനെടുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥി സ്കൂളിൽ പോയപ്പോൾ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിശദീകരിച്ചു. താൻ ഇതിൽ ഒന്നുമില്ല എന്ന് പറയുകയായിരുന്നു. ഇതിന് ശേഷം CCTV നോക്കൂ ടീച്ചറെ എന്നും പറഞ്ഞു. ഇത് അവർ കേട്ടില്ല എന്നും പരാതിയുണ്ട്. ശേഷം സ്കൂൾ അധികൃതർ നീ ഇത് ഏറ്റില്ല എങ്കിൽ നിന്റെ തലയിൽ ഇത് കെട്ടിവയ്ക്കുമെന്ന് പറയുകയായിരുന്നു. ഇതാണ് കുട്ടിയെ മാനസികമായി തളർത്തിയത്. സംഭവത്തിന് പിന്നാലെ കുട്ടിക്ക് സസ്പെൻഷൻ കൊടുക്കുകയും ചെയ്തു. മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് TC ആയിരുന്നു, എന്നാൽ അതും നൽകിയില്ല. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഗുരുതരമായിരിക്കുന്നത്. ശേഷം കുട്ടിയെ നോട്ടപ്പുള്ളിയാക്കി സ്കൂൾ പ്രിൻസിപ്പൽ വിദ്യാർത്ഥിക്കെതിരെ കേസ് കൊടുത്തുവെന്നും ആരോപണം ഉണ്ട്. അങ്ങനെ 2 ആഴ്ച കൊണ്ട് കുട്ടി മാനസികമായി തളരുകയും ജീവനെടുക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രശ്നം പരിഹരിക്കാനുള്ളവരാണ് ഇത്തരമൊരു നീചമായ പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് എന്നും കുടുംബം പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചതിന് ശേഷം മകൻ നേരെ ഉറങ്ങുന്നില്ല എന്നും ആഹാരം കഴിക്കുന്നില്ല എന്നും ഏറെ നേരം ഒറ്റയ്ക്കിരിക്കുകയും എപ്പോഴും ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്. വിദ്യാർത്ഥിയെ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അമ്മ ഒരു ആവശ്യത്തിന് പുറത്തു പോയപ്പോൾ ആണ് സംഭവം നടന്നത്. അളവിൽ കൂടുതൽ മരുന്നുകൾ എടുത്തു കഴിച്ചാണ് കുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കുട്ടിയുടെ സഹപാഠികൾ പറയുന്നത് ഇപ്രകാരമാണ്: വിദ്യാർത്ഥി ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നും പക്ഷേ സ്കൂളിൽ നടന്ന എന്തോ ചെറിയ തർക്കം അതിനെ വളച്ചൊടിച്ച് വിദ്യാർത്ഥിയുടെ തലയിലാക്കി അന്ന് മുതൽ കുട്ടി വിഷാദത്തിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു. സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. TC കൊടുക്കാതെ ഇരിക്കുകയും പ്രിൻസിപ്പൽ പോയി പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. ഇതോടെയാണ് വിദ്യാർത്ഥി മാനസികമായി തളരുകയും ചെയ്തത്. അതുപോലെ സ്കൂളിൽ റാഗിംഗ് പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട്. എന്തായാലും വിദ്യാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് സഹപാഠികൾ നിൽക്കുന്നത്. കുട്ടിയും രക്ഷിതാക്കളും പരാതിയുമായി എത്തിയിട്ടും സ്കൂൾ അധികൃതർ അവർക്ക് വേണ്ട നടപടി എടുക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.